ലേണേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ? നമുക്കറിയാം, നമ്മുടെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഒക്കെ ഇത്തവണ മാറിയിട്ടുണ്ട്. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ EVS കേസ് പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പഠിച്ച ടെക്സ്റ്റ് ബുക്ക് അല്ല നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സിനെ പറ്റിയാണ്. അതായത് ഔഷധ സസ്യങ്ങളെ പറ്റി, അതുപോലെ തന്നെ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്ന സസ്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ വിത്ത് മുളച്ച് വരുന്ന ആ ഒരു രീതികളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ആനിമൽസിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അധ്യായ വശത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ വൃത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ മാത്രം പോരാ അല്ലേ? കാരണം എന്താണ്, നമ്മുടെ ഓണപരീക്ഷയ്ക്കും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും നമ്മുടെ ആനുവൽ എക്സാമിനും ഒക്കെ എന്ത് വേണം, നമുക്ക് നല്ല മാർക്ക് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൊല്ലം വരെ ഇങ്ങനെ EVS, അതുപോലെ തന്നെ നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്താണ് മാത്സ് എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇൻ്റഗ്രേഷൻ 1, ഇൻ്റഗ്രേഷൻ 2, ഇൻ്റഗ്രേഷൻ 3 അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ EVS, മലയാളം എന്നൊക്കെയായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? തരംതിരിച്ചത്. അപ്പോൾ ഈ മാറുന്ന ഈ ഒരു മാറ്റത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല സ്കോർ മേടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ മക്കൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട്, അതായത് നിങ്ങൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ശരിയല്ലേ? ഇനി അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ഒരു ബ്രേക്കൊക്കെ എടുത്ത് ചെറിയ ചെറിയ ഇടവേളകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മ പുതുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നടത്തിയാൽ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പം മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ EVS എല്ലാ ക്ലാസ്സും, എല്ലാ ലൈവ് ക്ലാസ്സും, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കുഞ്ഞു കോണ്ടന്റ് വീഡിയോസൊക്കെ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പാരൻസിനോടും പറയുക. അപ്പം നമുക്ക് ഇനിയും കുറേ കുട്ടി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ദിവസങ്ങൾ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.